ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് കേട്ടോ ഞാനാ പറയുന്നത് ലാലയുടെ ഞാൻ പറയാം. അതായത് ലാലയ്ക്ക് ഒരു വിഷമകരമായ ഒരു അവസ്ഥയുണ്ട് ലൈഫിൽ. ലാല ഭയങ്കരമായിട്ട് ആളുകളെ ചിരിപ്പിക്കുന്ന ആളാണ്. ലാലയുടെ വീഡിയോകളൊക്കെ നോക്കിയാൽ അത് ചിരിക്കാത്ത ഒരാൾ പോലും കാണത്തില്ല. അത്രയേറെ ആളുകളെ ചിരിപ്പിച്ചുകൊണ്ട്, എന്നാൽ അതിന്റെ ക്ലൈമാക്സിൽ വളരെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും മാറ്ററുകൾ പറയുന്ന വീഡിയോ ആണ് ലാല ചെയ്യാറുള്ളത്. ലാലയ്ക്ക് വിഷമം എന്താണെന്ന് വെച്ചാൽ ലാലയുടെ ഒരു കുഞ്ഞ് ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ആ കുഞ്ഞ് അച്ഛാന്ന് വിളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പൊ ലാലയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം ലാലയെ ആ കുഞ്ഞൊന്ന് അച്ഛ എന്ന് വിളിച്ച് കാണണമെന്ന്. അപ്പം നമ്മളെ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്ന ഒരാൾ ഉള്ളിൽ വളരെയേറെ സങ്കടത്തോടു കൂടിയാണ് നമ്മളെ ചിരിപ്പിക്കുന്നത്. അപ്പൊ ലാല അതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പർപ്പസ്ഫുള്ളി പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു വന്ന വഴിക്ക് പറഞ്ഞപ്പോൾ അത് പക്ഷേ ഭയങ്കരമായിട്ട് വൈറലായി. അങ്ങനെ ഒരു ദിവസം ലാലയ്ക്ക് ഏതോ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നു, പ്ലീസ് കോൾ മീ എന്ന് എന്തോ പറഞ്ഞിട്ട് മെസ്സേജ്, ഐ ആം ബിഗ് ഫാൻ ഓഫ് യു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നു. ലാല ഇങ്ങനെ മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കത്തില്ല. നമ്മൾ വിളിച്ചാൽ തന്നെ എടുക്കുന്നത് വലിയ പാടാണ്. 20 വട്ടം വിളിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം എടുക്കുന്നത്. പുള്ളി മൈൻഡ് ചെയ്തില്ല. അപ്പോൾ പുള്ളിയുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, നീ അതിനൊന്ന് മറുപടി കൊടുക്കാൻ പറഞ്ഞു. ലാല പറഞ്ഞില്ല, ഞാൻ അങ്ങനെ മറുപടി ഒന്നും കൊടുക്കത്തില്ല, എന്തിനാ വെറുതെ എന്ന് പറഞ്ഞു. വീണ്ടും മെസ്സേജ് അയച്ചു. എന്താ രണ്ടാമത്തെ മെസ്സേജ്? ഹായ് ലാല എന്ന് പറഞ്ഞ് രണ്ടാമത് മെസ്സേജ് വന്നു. അതിനും ലാല മറുപടി കൊടുത്തില്ല. അപ്പം മറ്റേ ആൾ വിളിച്ചിട്ട് നീ എന്ത് കാണിക്കുന്നത്, പെട്ടെന്ന് മറുപടി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ലാല പറഞ്ഞില്ല, എന്തിനാണ് അങ്ങനെ, ഞാൻ പരിചയമില്ലാത്ത ഒരാൾക്ക് എന്തിനാണ് മറുപടി കൊടുക്കുന്നത്. അപ്പോൾ നീ നമ്പർ നോക്കണമെന്ന് പറഞ്ഞു. നമ്പർ നോക്കി ലാലയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. ലാല പറഞ്ഞു അല്ല, അത് കഴിഞ്ഞ് രണ്ടാമത് പറയുമ്പോഴാ അവിടെ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ലാലയ്ക്ക് അത് മനസ്സിലായി. ആരാന്നറിയോ മെസ്സേജ് അയച്ചേ? നമ്മളെ എല്ലാവരും ആരാധിക്കുന്ന മമ്മൂട്ടി. പിന്നെ മമ്മൂക്ക ലാലയെ വിളിച്ചു, ഒരുപാട് നേരം സംസാരിച്ചു. ലാലയോട് പറഞ്ഞു ഏതോ മമ്മൂക്ക ചെയ്ത ഒരു സിനിമയിലെ പേരമ്പ് എന്ന സിനിമയിലെ കഥയുമായി സാമ്യമുണ്ട്. പക്ഷെ ആ സിനിമയിലെ കഥാപാത്രത്തിന് ഭാര്യയില്ല, ലാലയ്ക്ക് നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഭാര്യയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സമയം മമ്മൂക്ക ലാലയോട്. അപ്പം എനിക്ക് തോന്നുന്നത്, ഞാൻ ലാല പറഞ്ഞില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ലാലയുടെ ജീവിതത്തിലെ വളരെ സന്തോഷകരമായ മൂമെന്റിൽ ഒന്ന്